ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രിതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രാചീന കേരളം. പ്രാചീന കേരളത്തിലെ ആദ്യത്തെ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് അവസാനത്തെ ഭാഗമാണ്, രണ്ടാമത്തെ ഭാഗം, അതായത് അവസാനത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രാചീന കേരളത്തെ ടോപ്പിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കേരള ഹിസ്റ്ററിയിലെ പകുതിയോളം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, കേരള ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് കേരളം നവോത്ഥാനമായിരുന്നു. 4 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. ആ 4 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പ്രാചീന കേരളത്തിൽ കയറി. പ്രാചീന കേരളത്തിൽ ഭാഗം 1 കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ അവസാനത്തെ ഭാഗം 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം, ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓപ്ഷൻ ബി കാർത്തിക തിരുനാൾ രാമവർമ്മ. ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. ഓപ്ഷൻ ഡി അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? The right answer is option A, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹം ജനിച്ചത് 1706 അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1729 ടു 1758 വരെയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന രാജാവാണ് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അല്ലെ. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിന്റെയും നയം, അതായത് ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയേൺ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഒന്നാം തൃപ്പടിദാനം 1750 ജനുവരി 3 ഒന്നാം തൃപ്പടിദാനം നടന്നത്. ഒന്നാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ്. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവും ആര് തന്നെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ്. ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് അദ്ദേഹമാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഡച്ചുകാരുടെ കേരളത്തിലെ അധപതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. അത് നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10 അല്ലെ. അത് നടത്തിയ തിരുവിതാംകൂർ രാജാവും ആര് തന്നെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവും അദ്ദേഹം തന്നെയാണ്. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവും അദ്ദേഹം തന്നെയാണ്. കണ്ടെഴുത്ത് ഭൂസർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവും ആര് തന്നെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രം അദ്ദേഹം പുതുക്കി പണിതു. ആ സ്വാമി ക്ഷേത്രത്തില് മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവും അദ്ദേഹം തന്നെയാണ്. മുറജപം ആദ്യമായി ആഘോഷിച്ച വർഷം 1750 അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ തന്നെയാണ് അത് ആദ്യമായി ആഘോഷിച്ചതും. അതുപോലെ തന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവും ആര് തന്നെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ് ആരാണ്? ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഓപ്ഷൻ ബി കാർത്തിക തിരുനാൾ രാമവർമ്മ. ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. ഓപ്ഷൻ ഡി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ്. The right answer is option B, കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1758 ടു 1798 വരെയാണ്. ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകൾ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. എന്തൊക്കെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്? ധർമ്മരാജ, അതുപോലെ തന്നെ കിഴവൻ രാജ. തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും
തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവ് അദ്ദേഹമാണ്. അപ്പൊ പത്മനാഭപുരം ആയിരുന്നു കേരളത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. അത് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവും ആര് തന്നെയാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവും അദ്ദേഹം തന്നെയാണ്. മൈസൂർ പടയുടെ ആക്രമണം തടയുവാനായി മധ്യ കേരളത്തിൽ അഥവാ തൃശൂരിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ച രാജാവാണ് അദ്ദേഹം. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവും അദ്ദേഹം തന്നെയാണ്. രാജസൂയം ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ രാജാവും ആര് തന്നെയാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ തന്നെയാണ്. കൊച്ചിയിലും തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്രം ഉടമ്പടി സമയത്തെ രാജാവ് അദ്ദേഹമായിരുന്നു. ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും മലബാർ ആക്രമണ സമയത്തെ രാജാവും അദ്ദേഹം തന്നെയാണ്. ഉത്തര കേരളത്തിലെ രാജാക്കന്മാർക്ക് അദ്ദേഹം തിരുവിതാംകൂറിൽ അഭയം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലക്കി വാങ്ങി 1789. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമഭാരതം എന്ന കൃതി അദ്ദേഹം രചിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വര മണ്ഡലം 1000 കൽമണ്ഡലം എന്നറിയപ്പെടുന്ന സപ്തസ്വര മണ്ഡലം പണി കഴിപ്പിച്ചു. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് നമ്മൾ പറഞ്ഞല്ലേ, അത് ഏത് വർഷമാണ്? 1790 അത് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. അദ്ദേഹത്തിന്റെ മന്ത്രിമാർ വളരെ പ്രശസ്തമായിരുന്നു. അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും അതുപോലെ തന്നെ രാജ കേശവദാസും. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ആരാണ്? വർക്കല നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. ധർമ്മരാജയുടെ ആദ്യ ദളവ. ധർമ്മരാജ എന്ന് പറയുമ്പോൾ ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെ. അദ്ദേഹത്തിന്റെ ആദ്യ ദളവയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. തിരുവിതാംകൂറിലെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി തിരിച്ച തിരുവിതാംകൂർ ദളവയാണ് ആര്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. ആരാണ്? രാജ കേശവദാസ്. നമ്മൾ പറഞ്ഞു ധർമ്മരാജയുടെ പ്രശസ്തരായ മന്ത്രിമാരാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. വർക്കല നഗരത്തിന് ശില്പി എന്നറിയപ്പെടുന്ന അയ്യപ്പൻ മാർത്താണ്ഡപിള്ള എന്ന് നമ്മൾ പറഞ്ഞു. ഇനി രാജ കേശവദാസ് ആരാണ്? ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവയാണ് രാജ കേശവദാസ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കേശവപിള്ള എന്നാണ്. വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാനാണ് അദ്ദേഹം, രാജ കേശവദാസ്. ചാല കമ്പോളത്തിന്റെയും ആലപ്പുഴ നഗരത്തിന്റെയും ശില്പിയാണ് രാജ കേശവദാസ്. അപ്പോ ധർമ്മരാജയുടെ പ്രശസ്തരായ 2 മന്ത്രിമാരും ഓരോ നഗരത്തിന്റെ ശില്പികളാണ് അല്ലെ. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള വർക്കല നഗരത്തിന്റെ ശില്പിയാണെങ്കിൽ രാജ കേശവദാസ് ആലപ്പുഴ നഗരത്തിന്റെ ശില്പിയാണ്. അടുത്ത ചോദ്യം, 3ാമത്തെ ചോദ്യം. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് ഏത് വർഷമാണ് എന്നാണ് ചോദ്യം. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് ഏത് വർഷമാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 1809, ഓപ്ഷൻ ബി 1890, ഓപ്ഷൻ സി 1812, ഓപ്ഷൻ ഡി 1815. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് ഏത് വർഷമാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 1809. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി 11-നാണ്. അതേ വർഷം തന്നെയാണ് അദ്ദേഹം ആത്മത്യാഗം ചെയ്തതും. പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. 1809 വെച്ചിട്ടാണ്. അതായത് കുണ്ടറ വിളംബരം നടത്തിയ അതേ വർഷമാണ് അദ്ദേഹം ആത്മത്യാഗം ചെയ്തതും. അദ്ദേഹം ജനിച്ചത്, വേലുത്തമ്പി ദളവ ജനിച്ചത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിലെ കൽക്കുളം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് 1765. അദ്ദേഹത്തിന്റെ തറവാടിന്റെ പേര് തലക്കുളത്ത് വീട് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ്. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര്. അദ്ദേഹം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവയായിരുന്നു. 1802 മുതൽ 1809 വരെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവയായിരുന്നു ആര്? വേലുത്തമ്പി ദളവ എന്ന് പറയുന്നത്. ആരായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ? തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനത്തിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഏറ്റവും ദുർബലനായ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ആര്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അദ്ദേഹത്തിന്റെ ദളവയായിരുന്നു ആര്? വേലുത്തമ്പി ദളവ. ഏത് വർഷം മുതൽ ഏത് വർഷം വരെ? 1802 മുതൽ 1809 വരെ. ഏറ്റവും ദുർബലനായ രാജാവിന്റെ ദളവയായിരുന്നിട്ടുകൂടി വേലുത്തമ്പി ദളവയുടെ ഭരണ പരിഷ്കാരങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. വേമ്പനാട്ടുകായലിലെ പ്രസിദ്ധമായ പാതി രാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്.
നമ്മൾ പറഞ്ഞു കുണ്ടറ വിളംബരം നടന്ന അതേ വർഷമാണ് അദ്ദേഹം ആത്മത്യാഗം ചെയ്തത്. അപ്പൊ അത് ഏത് വർഷമാണ്? 1809 വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കണ്ണമൂലയിലാണ് പ്രദർശിപ്പിച്ചത്. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണടി, പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ്. വേലുത്തമ്പി ദളവയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നാഷണൽ മ്യൂസിയം, ഡൽഹിയിലെ നാഷണൽ മ്യൂസിയം ആണ്. അദ്ദേഹത്തിന് ശേഷം ദിവാനായത് ഉമ്മിണിത്തമ്പിയാണ്. അദ്ദേഹത്തിന് ശേഷം ദിവാനായത് ആരാണ്? ഉമ്മിണിത്തമ്പിയാണ്. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം, ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണ്? ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ മഹാറാണി ഗൗരി ലക്ഷ്മിബായ്, ഓപ്ഷൻ ബി മഹാറാണി സേതു ലക്ഷ്മിബായ്, ഓപ്ഷൻ സി മഹാറാണി ഗൗരി പാർവതിബായ്, ഓപ്ഷൻ ഡി ഉമയമ്മ റാണി. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ ഭരണാധികാരി ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ മഹാറാണി ഗൗരി ലക്ഷ്മിബായ്. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണ്? മഹാറാണി ഗൗരി ലക്ഷ്മിബായ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായ് അല്ലേ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച വർഷം എന്നാണ്? 1812 ഡിസംബർ 5-നാണ്. അപ്പോൾ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലയളവ് എന്ന് പറയുന്നത്, ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1810 ടു 1815 വരെയായിരുന്നു. നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ഉമ്മിണിത്തമ്പി ആയിരുന്നു അല്ലെ. എന്നാൽ ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്ത് റെസിഡന്റ് കേണൽ മൺറോയെ ദിവാനായി നിയമിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായ്. എന്നാൽ അവർ ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായ്. ദേവസ്വ ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയും അവർ തന്നെയായിരുന്നു. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കി. അതേപോലെ തന്നെ തിരുവിതാംകൂറിൽ ജില്ലാ കോടതി, അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരിമാർ തന്നെയാണ് റാണി ഗൗരി ലക്ഷ്മിബായ് തന്നെയാണ്. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി അവർ ആരംഭിക്കുകയുണ്ടായി. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരിമാർ തന്നെയാണ് റാണി ഗൗരി ലക്ഷ്മിബായ് ആണ്. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ്. അടിമക്കച്ചവടം നിരോധിച്ച വർഷം 1812 ഡിസംബർ 5-നാണ്. ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്ത് റെസിഡന്റ് കേണൽ മൺറോയെ ദിവാനാക്കി പ്രഖ്യാപിച്ചു. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു. 1810 ടു 15, അതായത് 5 കൊല്ലം മാത്രമാണ് തിരുവിതാംകൂർ ഭരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. എന്നാലും ആ ഒരു 5 കൊല്ലത്തിനിടയിൽ അവർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ. ദേവസ്വ ഭരണം സർക്കാർ ഏറ്റെടുത്ത ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കി. ജില്ലാ കോടതി, അപ്പീൽ കോടതിയും സ്ഥാപിച്ചു. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, 1-ാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? 1-ാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ശ്രീമൂലം തിരുനാൾ, ഓപ്ഷൻ ബി ശ്രീ വിശാഖം തിരുനാൾ, ഓപ്ഷൻ സി ആയില്യം തിരുനാൾ രാമവർമ്മ, ഓപ്ഷൻ ഡി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1-ാം സ്വാതന്ത്ര്യ സമരത്ത്, അതായത് 1857 അല്ലെ, 1-ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ 1857 ആ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരാണെന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പൊ 1857 1-ാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1846 ടു 1860 അവിടെ വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ ഭരണകാലഘട്ടമാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവ് അദ്ദേഹമാണ്. മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം 1859 ജൂലൈ 26-നാണ്. അപ്പോൾ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്.
അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഉഴിയം വേല, അതായത് അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അടിമകളുടെ മക്കളും അടിമകളായിരുന്നു എന്നുള്ളതായിരുന്നു ഉഴിയം വേലയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ആ ഉഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരിയാണ് അദ്ദേഹം. ആലപ്പുഴയിലെ ആദ്യ പോസ്റ്റ് ഓഫീസും സ്ഥാപിച്ചു. 1857 തന്നെയാണ്. ആലപ്പുഴയിലാണ് ആദ്യ പോസ്റ്റ് ഓഫീസ് വന്നത്. ചോദിച്ചിട്ടുണ്ട്, LTC തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എവിടെയാണ് ആദ്യ പോസ്റ്റ് ഓഫീസ് വന്നത്? ആലപ്പുഴയിലാണ്. ആ സമയത്ത് ആരായിരുന്നു തിരുവിതാംകൂർ രാജാവ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചു. അപ്പൊ കഥകളുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു. ആ സമയത്ത് തന്നെയാണ് 1857 തന്നെയാണ് ആലപ്പുഴയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത്, അല്ലെ? 1859 പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു സ്കൂൾ അവിടെ സ്ഥാപിച്ചത്. ഇവിടെ തിരുവനന്തപുരത്ത് അദ്ദേഹം സ്ഥാപിച്ചത്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകി. അത് ഒപ്പുവെച്ചത് 1859 ജൂലൈ 26 അല്ലെ? പിന്നെന്താണ്? ഉഴിയം വേല നിർത്തലാക്കി. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരിയും ആര് തന്നെയാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ സി റാണി ഗൗരി പാർവതിബായ്, ഓപ്ഷൻ ഡി ശ്രീ ഉത്രാടം തിരുനാൾ രാമവർമ്മ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലഘട്ടത്താണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലഘട്ടത്തിലാണ്. തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാവാണ് അദ്ദേഹം. തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് അദ്ദേഹമാണ്. ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു 1936 നവംബർ 12. കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ് അദ്ദേഹം തന്നെയാണ്. പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവും അദ്ദേഹം തന്നെയാണ്. കുറെ ആദ്യങ്ങളുണ്ട് അല്ലെ? കടൽ യാത്ര നടത്തി, പോപ്പിനെ സന്ദർശിച്ചു. ഈ രണ്ട് കാര്യങ്ങളിലും ആദ്യ തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. നമ്മൾ പറഞ്ഞു തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണെന്ന് പറഞ്ഞു അല്ലെ? തിരുകൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ രാജപ്രമുഖൻ, അതായത് ആദ്യ ഗവർണർ ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. അദ്ദേഹം വധശിക്ഷ നിർത്തലാക്കി. പുന്നപ്ര വയലാർ സമരകാലത്ത് ആ സമയത്തെ തിരുവിതാംകൂർ രാജാവും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് കുറേ അധികം ഡെവലപ്മെന്റ് തിരുവിതാംകൂറിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് തിരുവിതാംകൂറിലെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്. അതായത് റേഡിയോ സ്റ്റേഷൻ, വിമാനത്താവളം, സർവകലാശാല, പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്, മെഡിക്കൽ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, ശ്രീ ചിത്ര ആർട്ട് ഗാലറി, സ്വാതി തിരുനാൾ സംഗീത കോളേജ്, ഭൂപണയ ബാങ്ക്, തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് എന്നിവയൊക്കെ ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ, കൊച്ചി എന്നിവ ലയിച്ച തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം. നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ, കൊച്ചി എന്നിവ ലയിച്ച് തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 1949, ഓപ്ഷൻ ബി 1950, ഓപ്ഷൻ സി 1956, ഓപ്ഷൻ ഡി 1953. അപ്പോൾ നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ, കൊച്ചി എന്നിവ ലയിച്ച് തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം എന്നാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 1949. തിരുവിതാംകൂർ, കൊച്ചി എന്നിവ ലയിച്ച് തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1949. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ആദ്യമായി ഒരു ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരം സ്ഥാപിച്ചത് ആരായിരുന്നു? ആദ്യമായി ഒരു ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരായിരുന്നു? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ കാർത്തിക തിരുനാൾ രാമവർമ്മ, ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ, ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ, ഓപ്ഷൻ ഡി ശക്തൻ തമ്പുരാൻ. അപ്പൊ ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരായിരുന്നു? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. ആദ്യമായി ഒരു ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ്.
അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലേ. അദ്ദേഹം ജനിച്ചത് 1813 തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടമാണ്. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നീ പേരുകൾ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രാമവർമ്മ എന്നാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം, ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1829 തൊട്ട് 1846. അപ്പൊ തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം ആരുടെ ഭരണ കാലഘട്ടമായിരുന്നു? സ്വാതി തിരുനാളിന്റെ ഭരണ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് ആരംഭിച്ച രാജാവാണ് സ്വാതി തിരുനാൾ. എന്നാൽ തിരുവിതാംകൂറിൽ ആദ്യ ക്രമീകൃത സെൻസസ് നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വാതി തിരുനാളല്ല, അത് ആയില്യം തിരുനാളാണ്. അപ്പോൾ തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് ആരംഭിച്ച രാജാവ് സ്വാതി തിരുനാളാണ്. എന്നാൽ തിരുവിതാംകൂറിൽ ആദ്യ ക്രമീകൃത സെൻസസ് നടത്തിയത് ആയില്യം തിരുനാളാണ്. അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? രാജ ഫ്രീ സ്കൂൾ ആരംഭിച്ചു, ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി, ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചു. അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? സംഗീതജ്ഞരിലെ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു ആര്? സ്വാതി തിരുനാൾ അല്ലെ. സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. ആദ്യ സെൻസസ് 1836 ആദ്യ സെൻസസ് ആരംഭിച്ചത്. എന്നാൽ ആദ്യ ക്രമീകൃത സെൻസസ് നടത്തിയത് ആയില്യം തിരുനാളാണ്, മറക്കരുത്. തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം അദ്ദേഹം ആരംഭിച്ചു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവും അദ്ദേഹം തന്നെയാണ്. ഹജ്ജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. അദ്ദേഹം തിരുവിതാംകൂറിന്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കി. തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. മോഹിനിയാട്ടത്തിനാണ് അദ്ദേഹം കൂടുതൽ പ്രോത്സാഹനം നൽകിയത്. തിരുവനന്തപുരത്തെ പ്രശസ്തമായ കുതിരമാളിക, സിവിൽ ഹോസ്പിറ്റൽ, പബ്ലിക് ലൈബ്രറി, എഞ്ചിനീയറിംഗ് വകുപ്പ്, ഗവൺമെന്റ് പ്രസ്, മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ് എന്നിവ പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. ആധുനിക കൊച്ചിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക കൊച്ചിയുടെ പിതാവ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ സ്വാതി തിരുനാൾ, ഓപ്ഷൻ ബി കാർത്തിക തിരുനാൾ രാമവർമ്മ, ഓപ്ഷൻ സി ശക്തൻ തമ്പുരാൻ, ഓപ്ഷൻ ഡി വേലുത്തമ്പി ദളവ. ആധുനിക കൊച്ചിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ശക്തൻ തമ്പുരാൻ. കൊച്ചി നാട്ടുരാജ്യത്തെ പ്രശസ്തനും ശക്തനുമായ ഭരണാധികാരിയാണ് ശക്തൻ തമ്പുരാൻ. ആധുനിക കൊച്ചിയുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തൃശൂർ പൂരം ആരംഭിച്ച കൊച്ചി രാജാവാണ്. തൃശൂർ നഗരത്തിന്റെ ശില്പിയാണ്. കൊച്ചിയിൽ ജന്മിത്ത ഭരണം അദ്ദേഹം അവസാനിപ്പിച്ചു. കൊച്ചി രാജ്യത്തെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാന്റെ ഭരണകാലഘട്ടമാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം രാമവർമ്മൻ 9 എന്നാണ്. രാമവർമ്മ എന്നുള്ളത് സ്വാതി തിരുനാളുടെ യഥാർത്ഥ നാമമാണ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ രാമവർമ്മൻ 9 എന്നാണ് ശക്തൻ തമ്പുരാന്റെ യഥാർത്ഥ നാമം. കൊച്ചിയുടെ മാർത്താണ്ഡവർമ്മ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. കൊച്ചിയിലെ അവസാന ഭരണാധികാരിയാണ് രാമവർമ്മ പരീക്ഷത്ത് തമ്പുരാൻ. അപ്പോൾ കൊച്ചിയിലെ അവസാന ഭരണാധികാരി ഒന്ന് ഓർത്തു വെക്കുക, രാമവർമ്മ പരീക്ഷത്ത് തമ്പുരാനാണ്. ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശ്ശൂരാണ് അല്ലെ. അപ്പൊ കൊച്ചി നാട്ടുരാജ്യത്തെ പ്രശസ്തനും ശക്തനുമായ ഭരണാധികാരിയാണ് ശക്തൻ തമ്പുരാൻ. ആധുനിക കൊച്ചിയുടെ പിതാവാണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ചു. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പിയാണ്. കൊച്ചിയിലെ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചു. കൊച്ചി രാജ്യത്തെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാന്റെ ഭരണകാലഘട്ടമാണ്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന സാമൂതിരി രാജാവ് ആരാണ്? കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന സാമൂതിരി രാജാവ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മാനവിക്രമൻ സാമൂതിരി, ഓപ്ഷൻ ബി മാനവേദൻ സാമൂതിരി, ഓപ്ഷൻ സി ഉദയവർമ്മൻ കോലത്തിരി, ഓപ്ഷൻ ഡി സ്വാതി തിരുനാൾ. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന സാമൂതിരി രാജാവ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മാനവേദൻ സാമൂതിരി. അപ്പൊ കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന സാമൂതിരി രാജാവ് ആരാണ്? മാനവേദൻ സാമൂതിരിയാണ്. കൃഷ്ണഗീതിയുടെ കർത്താവായ കോഴിക്കോട് സാമൂതിരി രാജാവാണ് മാനവേദൻ സാമൂതിരി. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കൃഷ്ണഗീതിയുടെ കർത്താവായ കോഴിക്കോട് സാമൂതിരി രാജാവാണ് മാനവേദൻ സാമൂതിരി. അതുപോലെ തന്നെ കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവാണ്. ഇനി ഓപ്ഷൻ എ നോക്കിക്കേ, മാനവിക്രമൻ സാമൂതിരി. കോഴിക്കോട് തളിക്ഷേത്രത്തിലെ പണ്ഡിത സദസ്സായ രേവതി പട്ടത്തനം ആരംഭിച്ച രാജാവാണ് മാനവിക്രമൻ സാമൂതിരി. അനർഘരാഘവം എന്ന നാടകം രചിച്ച സാമൂതിരി രാജാവും അദ്ദേഹം തന്നെയാണ്. വിക്രമീയ എന്ന കൃതി രചിച്ച സാമൂതിരി രാജാവ് ആരാന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആരാണ്?
മാനവിക്രമൻ സാമൂതിരിയാണ്. മാനവേദൻ സാമൂതിരി ആരാണ്? കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവാണ്, കൃഷ്ണഗീതിയുടെ കർത്താവാണ് അല്ലെ. ഇനി ഉദയവർമ്മൻ കോലത്തിരി. ഉദയവർമ്മൻ കോലത്തിരിയുടെ സദസ്സിനായിരുന്നു ചെറുശ്ശേരി. ഓക്കെ, ഉദയവർമ്മൻ കോലത്തിരിയുടെ സദസ്സിനായിരുന്നു ചെറുശ്ശേരി. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ഉദയവർമ്മൻ കോലത്തിരിയുടെ കാലത്താണ്. അപ്പോൾ കൃഷ്ണഗാഥയും കൃഷ്ണഗീതിയും മാറിപ്പോരുത്. കൃഷ്ണഗീതിയുടെ കർത്താവായ കോഴിക്കോട് സാമൂതിരി രാജാവാണ് മാനവേദൻ സാമൂതിരി. കൃഷ്ണഗാഥ രചിച്ചത് ഉദയവർമ്മൻ കോലത്തിരിയുടെ കാലത്താണ്. രചിച്ചത് ആരാണ്? ചെറുശ്ശേരിയാണ്. ഓക്കെ, അപ്പം നമ്മൾ പ്രാചീന കേരളത്തിന്റെ അവസാനത്തെ ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ കേരളത്തിലെ ഹിസ്റ്ററി എന്ന ടോപ്പിക്കിൽ ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് എന്തായിരുന്നു? കേരള നവോത്ഥാനമായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തത് പ്രാചീന കേരളം 2 ഭാഗങ്ങളായി തിരിച്ച് ആദ്യത്തെ ഭാഗം നമ്മളെടുത്തു, രണ്ടാമത്തെ ഭാഗവും നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് കേരളത്തിലെ മുന്നേറ്റങ്ങളാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിന്റെ മുന്നേറ്റങ്ങളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേരള ഹിസ്റ്ററി എന്നുള്ളൊരു ടോപ്പിക്ക് നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മളെടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേണിലോ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.